കണ്ടിരിക്കുന്നോ? മഴയൊക്കെ എല്ലാവർക്കും മതിയോ? മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര മഴയല്ലേ. എനിക്ക് നല്ല തോതിൽ പനിയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. കുറവായി വരുന്നു. സൗണ്ടിനൊക്കെ ഇച്ചിരി വ്യത്യാസം കാണും. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു ട്യൂബർ, ഞാൻ താമരയുടെ ഒരു ട്യൂബർ വാങ്ങിയേ. അപ്പം എനിക്കറിയാവുന്ന രീതിയിലൊന്നും നടുന്ന രീതി എല്ലാവരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചേ. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് ചാണകപ്പൊടി ഇടണം. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കല്ലൊന്നും ഇല്ലാത്ത മണ്ണിടണം. കല്ല് ഇതുപോലത്തെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിടണം. വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. ഒരിക്കലും ചാണകവും എല്ലുപൊടിയും മണ്ണിൻ്റെ അകത്ത് കൂട്ടി ഇളക്കരുത്. മണ്ണ് ചെറിയ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് പെറുക്കി കളയണം. ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുക. സൈഡിൽ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ പരമ്പ് പോലെ എടുത്തിട്ട് ട്യൂബർ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുക. എപ്പോഴും ട്യൂബറിൻ്റെ മുകൾ വശം ഇത് പൊങ്ങിയായിരിക്കണം ഇരിക്കേണ്ടത്. എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നും അറിയില്ല. ഞാനിവിടെ പല തവണയായിട്ടും താമര നട്ടു നോക്കി. എൻ്റെ എപ്പോഴും പോവാണ്. ഇതെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കണേ. എപ്പോഴും കുത്തി ഒഴിക്കരുത്. ഇതിൻ്റെ അകത്തോട്ട് ഒരു ഇല വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം നിറച്ചിട്ടു. ഇതിൻ്റെ ഈ മേളത്തെ ഭാഗം എപ്പോഴും പൊങ്ങിയേ ഇരിക്കാവുള്ളേ. ഇത്രയുമാണ് താമര ട്യൂബർ നടുന്നത്. ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. വളർന്നു കിട്ടിയാൽ നന്നായിരുന്നു. താമരയൊക്കെ നട്ടു. ഇനി അത് കിളുത്ത് വരട്ടെ. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കാം. ഇനിയും നിങ്ങളും ഇതുപോലെ വീട്ടിൽ താമര നടണം. താമരയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ? എല്ലാവരും വീട്ടിൽ ഇതുപോലെ നട്ട് നോക്കൂ. എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.